യഥാർത്ഥത്തിൽ കൊടൈക്കനാലിലേക്ക് യാത്ര പോയ ആ സുഹൃത്തുക്കൾ ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. ആ സിനിമയിലുള്ള യഥാർത്ഥ ആളുകളാണ് ഇപ്പം നമുക്കൊപ്പം ഉള്ളത്. സിനിമ കണ്ടിറങ്ങിയപ്പോൾ എന്ത് തോന്നി? സിനിമ ഞങ്ങൾ പ്രതീക്ഷയെക്കാട്ടും സൂപ്പർ ഹിറ്റാണ് സിനിമ. അതിൽ നമ്മുടെ 2006 ഞങ്ങൾ പോയതിനെക്കാട്ടും അതിനെക്കാട്ടും സത്യം പറഞ്ഞ സിനിമ കൊണ്ടപ്പോൾ ഒന്നുകൂടി കരഞ്ഞുപോയി. അത്രയ്ക്ക് ഫീലിംഗ് തട്ടിപ്പോയി, പറയാനില്ല. അടിപൊളി ആക്ടേഴ്സ്, സൂപ്പർ ഡയറക്ഷൻ, അടിപൊളി ക്യാമറമാൻ, സെറ്റിങ്സ് എല്ലാം അടിപൊളി. ഈ ഗുണ കേവും ഒക്കെ നമ്മളിങ്ങനെ കേട്ടതാണ്, അതിൻ്റെ ഒരു അഡ്വഞ്ചർ ഇതൊക്കെ. ഇതിൽ ആരാണ് ഗുഹയിൽ അകപ്പെട്ടു പോയ ആളെന്നുള്ളതാണ്. എങ്ങനെയായിരുന്നു വീണ്ടും അനുഭവം കണ്ടപ്പോൾ? നല്ല രസം തോന്നി. അത് ഗുണാക്കയൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ഇട്ടിട്ടുണ്ട്. ഒരു ആ വിഷ്വല് നമുക്ക് വീണ്ടും നമ്മൾ ആ ലോകത്തിലേക്ക് അവർ തിരിച്ചു കൊണ്ടുപോയി. പിന്നെ നമ്മുടെ സുഹൃത്തിനായിരിക്കും കൂടുതൽ, എന്നെ രക്ഷപ്പെടുത്തിയ സുഹൃത്തിനും ആയിരിക്കും കൂടുതൽ പറയാനുള്ളത്. കുട്ടം പറയും. 10-13 പേരുടെ ജീവൻ നഷ്ടമായ ഗുഹയാണ്. അവിടേക്ക് ഇറങ്ങി സുഹൃത്തിനെ കൊണ്ടുവരാമെന്നൊരു ഡിസിഷൻ എടുത്ത് എങ്ങനെയായിരുന്നു? ഇന്ന് സിനിമ കാണുമ്പോൾ അതെങ്ങനെയാണ് തോന്നുന്നത്? ശരിക്കും പറഞ്ഞാൽ ഞാനല്ല അവിടെ ചെയ്തതെന്ന് പറയാൻ ഞാൻ ആ ടൈമിൽ വേറൊരു ഇതായിരുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും അവനെ രക്ഷപ്പെടുത്തണം എന്നുള്ള ആ ഒരു ചിന്ത മാത്രമാണെന്നുള്ളത്. ഇപ്പം ഞാൻ ഇറങ്ങിയില്ലെങ്കിലും എൻ്റെ കൂട്ടത്തിൽ ആരെങ്കിലും എന്തായാലും ഇറങ്ങുമായിരുന്നു. അതായിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അതായിരുന്നു. ഞങ്ങൾക്ക് 11 പേരും ഇവിടെ ഇറങ്ങും. അതുപോലത്തെ ആൾക്കാരാണ്. പക്ഷെ അവനില്ലാണ്ട് പോരാൻ പറ്റില്ല. തിരിച്ചു പോകാൻ ആളുകൾ പറഞ്ഞാൽ അവൻ മരിച്ച് അവൻ പോയിക്കോന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ പോകൂല, ഒന്നില്ലെങ്കിൽ അവന്റെ ബോഡി ഇല്ലെങ്കിൽ അവനെ കൊണ്ട് ഞങ്ങൾ പോകോളെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു സെയിം, അതാണ് അവർ ഞങ്ങൾക്ക് ടെൻഷനായി പോയി. സെയിം കുഴിയിൽ 13 രൂപ എന്ന് പറഞ്ഞു. അത് ഇഷ്ടമായ കുഴികൾ വേറെ ഉണ്ട്. അപ്പൊ ഈ സെയിം കുഴി പോയെന്ന് പറഞ്ഞപ്പോ ടെൻഷനായി. മഴയും പെയ്യാൻ തുടങ്ങി, വായ വിറച്ച് തുള്ളി. അതൊരു ശരിക്കും പറഞ്ഞ ഒരു അനുഗ്രഹമായിരുന്നു. ആ മഴ പെയ്ത ദൈവത്തിന്റെ ഒരു ഇതായിട്ടാണ് മഴ പെയ്തത്. അല്ലെങ്കിൽ ആ ടൈമിൽ ഓക്സിജൻ കിട്ടൂല, ചിലപ്പോൾ അവനെ അവിടെ കിടന്ന് എന്തെങ്കിലും പറ്റിപ്പോയനെ. എങ്ങനെ ഷൂട്ട് ചെയ്യും എന്നതിനെ കുറിച്ച് ഡയറക്ടർ റോഷനോട് ചോദിച്ചു. അതായത് ഇത് ഇത്രയും വലിയ ഗുഹയൊക്കെ ഇട്ടിട്ട് മറ്റേ അത് അതിൻ്റെ ഉള്ളിലുള്ള ഇറങ്ങണതൊക്കെ ഷൂട്ട് ചെയ്യണ്ടേ അവര്. പക്ഷെ അത് അടിപൊളിയായിട്ട് അജയൻ ചേട്ടൻ അത് അടിപൊളിയായിട്ട് സെറ്റ് ഇട്ട് അവര് അഭിനയിക്കല്ലോ, അവര് ജീവിക്കരുത്. ഇതിൻ്റെ അകത്ത് അവര് നമ്മളെയൊക്കെ കണ്ടുപഠിച്ച് 3 വർഷം നമ്മുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അവരത് അതുപോലെ തന്നെ നമ്മുടെ ബിഹേവിയറൊക്കെ എടുത്ത് അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അവർക്കൊരു കൈയടി തന്നെ കൊടുക്കും. അവര് ശരിക്കും അവർ എല്ലാവരും റിയൽ ഫ്രണ്ട്സാണ്. അവരും നമ്മളുടെ ഈ ഇൻസിഡൻറ്റിൽ അവർ കാണുന്നത് ഞങ്ങളുടെ സൗഹൃദം തന്നെയാണ്. അപ്പോൾ അതാണ് അവർക്കത് കൂടുതൽ അറ്റാച്ച്മെന്റ്, അവർക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അതാണ്. അവർക്ക് ആ ഇമോഷനാണ് കണക്ട് ചെയ്തത്. ഈ ഇൻസിഡന്റിനേക്കാളും കൂടുതൽ അവർക്കത് കണക്ട് ചെയ്ത ഇമോഷനാണ്. നിങ്ങൾ പോലീസിന്റെ ഒക്കെ സഹായം തേടിയപ്പോൾ വേണ്ട അങ്ങനെ ഒരു അറ്റംപ്റ്റ് അടിക്കുകയും ചെയ്തവര് പറഞ്ഞുണ്ടാക്കിയവര്. ഈ സുഹൃത്തുക്കളെ രക്ഷപ്പെടുത്താൻ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു അകത്ത് കിടന്നപ്പോൾ? അന്നേരം എന്തായിരുന്നു മനസ്സിൽ തോന്നിയത്? ഏതെങ്കിലും ദൈവം രക്ഷപ്പെടുത്താൻ വരട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ദൈവം സുഹൃത്തുക്കളുടെ രൂപത്തിൽ വന്നു. രക്ഷപ്പെടുത്ത് പുറത്ത് തന്നെ വരാനുള്ള അറ്റംപ്റ്റ് ഒക്കെ നടത്തിയിട്ടുണ്ടാവുമല്ലോ. അനങ്ങാൻ പറ്റൂലായിരുന്നു. ആദ്യമായി ഒരാളെ കൂട്ടത്തിലുള്ള ഒരാളെ കണ്ടപ്പോൾ എന്തായിരുന്നു അന്ന് മനസ്സിൽ തോന്നിയത്? ഓർമ്മയില്ല, പക്ഷെ സുഭാഷ് സംസാരിക്കാനുണ്ട്. സുഭാഷ് എന്തൊക്കെയോ സംസാരിക്കണ്ടായിരുന്നു. അവൻ ശരിക്കും മരിച്ച് വേറൊരു ലോകത്താണെന്നുള്ള ചിന്തയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എന്തായാലും മഞ്ഞുമലിലെ ഈ ടീമാണ് മഞ്ഞുമൽ ബോയ്സിൽ നമ്മളീ കാണുന്ന സാഹസിക യാത്ര ഗുണ കേവിലേക്ക് നടത്തിയത്. അന്ന് പോലീസും ഫയർഫോഴ്സും അടക്കം 13 പേരുടെ മരണത്തിനിടയാക്കി അവിടേക്ക് ഇറങ്ങണ്ട, സുഭാഷിനെ രക്ഷപ്പെടുത്തണ്ടെന്ന് പറഞ്ഞപ്പോൾ സധൈര്യം മുന്നോട്ടിറങ്ങിയ ഈ മഞ്ഞുമൽ ബോയ്സിന്റെ കഥയാണ് നമ്മൾ സിനിമയിലൂടെ കണ്ടത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കൊടൈക്കനാൽ യാത്രയ്ക്ക് ശേഷം വീണ്ടും ഒരു യാത്ര നടത്തിയിരുന്നോ? 7 വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ പൂജ അവിടെ ആയിരുന്നു. ഈ ഏതെങ്കിലും ഒരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടോ? ഈ സിനിമയുടെ സക്സസ് പാർട്ടിക്ക് ഞങ്ങൾ വീണ്ടും കൊടൈക്കനാലും. ഇവരുടെ ഒരു കഥയാണ് മഞ്ഞുമൽ ബോയ്സിലൂടെ വന്നത്. കൂട്ടത്തിൽ ഒരാൾ കൂടിയുണ്ട്, ആള് ഗൾഫിലാണ്, അനിൽ ജോസഫ് എന്ന് പറയുന്ന ആള്. ബാക്കി എല്ലാ ആളുകളും ഇവിടെയുണ്ട്. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം റിയ, മാതൃഭൂമി.